Hi friends, welcome to Homely Cook. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചെട്ടിനാട് ചിക്കൻ റോസ്റ്റ് ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ചിക്കൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. എല്ലോട് കൂടിയ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിന് അതാണ് വേണ്ടത്. ചിക്കൻ കട്ട് ചെയ്യുന്നതല്ല നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ലെഗ് പീസ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ വലിയ പീസായിട്ടും ഇത് ചെയ്യാം. ചെട്ടിനാട് ചിക്കൻ റോസ്റ്റ് എന്ന് പറയുമ്പോൾ കുറേ മസാലകളൊക്കെ ഫ്രൈ ചെയ്ത് നമ്മൾ പൊടിച്ചെടുത്തിട്ടാണ് ചെയ്യാറ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അധികം മസാലയൊന്നുമില്ല. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ചിക്കൻ റോസ്റ്റ് ചെയ്യാൻ തുടങ്ങാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കണം. പെരിഞ്ജീരകം നന്നായി പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 10ഓ 15ഓ ഉണക്കമുളക്, ഞാനിപ്പോൾ ഒരു 12 എടുത്തിട്ടുണ്ട്. ഇതൊരു 3ഓ 4ഓ പീസായി കട്ട് ചെയ്തത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് നന്നായി മൂത്ത് കിട്ടണം. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ ഒരു റോസ്റ്റിന് പെരിഞ്ജീരകത്തിൻ്റെ ആ സ്മെല്ല് മുന്നിട്ട് നിൽക്കും. നല്ലൊരു ഫ്ലേവറാണത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കിലോ ചുവന്നുള്ളി ചെറുതായിട്ട് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴന്ന് വരണം. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഉള്ളി നന്നായിട്ട് തന്നെ വഴന്ന് വരണം. കുറച്ച് സമയം പിടിക്കും ഉള്ളി വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് 2 വലിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വെന്ത് കിട്ടണം. ഒന്ന് മൂടി വെച്ച് ചെറിയ തീയിലിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളിയെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 1/2 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ മസാലകളൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് തോന്നും അയ്യോ ഈ കറി ശരിയാവോ, ഇത് ശരിയാവോ എന്നൊക്കെ തോന്നും. എനിക്കും അങ്ങനെ തന്നെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാനിത് ഫസ്റ്റ് ചെയ്തപ്പോൾ നന്നായിട്ട് തന്നെ വന്നു. ഞാനിത് ആദ്യമായിട്ട് ചെയ്യുന്ന കറിയല്ല. ഞാനിത് വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ള ഒരു ഡിഷ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ ഇത് ചെയ്യാം. ഇതിന് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ചെറിയ തീയിലിട്ട് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചിക്കൻ വന്നിട്ടുണ്ടോ തുറന്ന് നോക്കാം. ചിക്കനിൽ ഞാൻ വെള്ളമൊന്നും ചേർക്കാതെയാണ് വേവിച്ചെടുത്തത്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വരട്ടിയെടുക്കണം.
ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് വരട്ടി വെള്ളം വറ്റിച്ചെടുക്കുക. നമ്മളിതിനകത്ത് മുളക് ചേർക്കുമ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കണം കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര എരിവായി പോവും. ചെട്ടിനാട് കറികൾക്ക് എങ്ങനെ ഇരുന്നാലും കുറച്ച് എരിവ് മുൻപന്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. എന്നാലും നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തെടുത്താൽ മതി. ചിക്കൻ നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മൺചട്ടിയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. മൺചട്ടിയൊക്കെ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മല്ലിയില നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. ചിലർക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മല്ലിയില ചേർത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചെട്ടിനാട് ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചിക്കൻ ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്